രമേശ് ശിവരാമൻ പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. പുത്തൻകുരിശിൽ യാക്കോബായ സഭാസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിനെതിരെ ഓർത്തഡോക്സ് സഭ. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആശങ്കയ്ക്ക് വക നൽകുന്നതാണെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമവിഭാഗം പ്രസിഡന്റ് ഡോക്ടർ യുഹാനോൻ മാർ തിയസ്കോറസ് പ്രതികരിച്ചു. കുറച്ചാളുകളുടെ മാത്രം മുഖ്യമന്ത്രിയാണ് താനെന്ന് പിണറായി വിജയന് തോന്നുന്നുണ്ടെങ്കിൽ അത് അപകടം ചെയ്യും. സഭാതർക്കത്തിൽ സുപ്രീംകോടതി വിധി നടപ്പിലാക്കാനാണ് ഭരണകർത്താക്കൾ ആർജവം കാണിക്കേണ്ടതെന്നും ഡോക്ടർ യുഹാനോൻ മാർ തിയസ്കോറസ് പറഞ്ഞു. അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതല്ലാതെ ഏതെങ്കിലും കുറച്ചു പേരുടെ മുഖ്യമന്ത്രിയായിട്ട് ഒരു കാരണവശാലും പെരുമാറരുത്. വിഘടിത വിവാഹം എന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണെന്നാണ് എന്റെ വിചാരം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പലതും കാണുമ്പോൾ അദ്ദേഹം ഒരു പർട്ടിക്കുലർ ഭാഗത്തിന് മാത്രം മുഖ്യമന്ത്രിയാണ് എന്നൊരു ധാരണ ഞങ്ങൾക്കുണ്ടാകുന്നു. ശരിയോ തെറ്റോ എന്നത് വേറൊരു വിഷയം. അത് അദ്ദേഹമാണ് പറയേണ്ടത്. സുപ്രീം കോടതി വിധി വന്നിട്ട് അത് നടപ്പിലാക്കണമെന്ന് പറയേണ്ടത് കേരള മന്ത്രിസഭയാണ്. സുപ്രീം കോടതി വിധി മറികടന്ന് ചർച്ച് ബില്ല് നടപ്പാക്കാൻ പാർട്ടി ആലോചിച്ചിട്ടില്ലെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പ്രതികരിച്ചു. വിഷയം CPIM സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിച്ചു. ഓർത്തഡോക്സ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പാർട്ടി ഒപ്പമുണ്ടാകുമെന്നും KP ഉദയഭാനു പറഞ്ഞു. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ പറയുകയുണ്ടായി. ഇന്നലത്തെ പത്രസമ്മേളനം ബിജുവിൻ്റെയും മറ്റ് തിരുമേനിമാരുടെയും പത്രസമ്മേളനത്തിന് ശേഷം ഞാൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായി വളരെ വിശദമായി സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഒരു നിയമനിർമ്മാണത്തിലുള്ള തീരുമാനവുമായി ഒന്നും തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ പോകത്തില്ല എന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിലും നമുക്ക് ഒന്നിച്ച് നീങ്ങാം, ഒരാശങ്കയും വേണ്ട. അങ്ങനെ ഒരു തീരുമാനം, നമുക്ക് ദോഷകരമായ ഒരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് മാറില്ല എന്ന പൂർണ്ണ വിശ്വാസമാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെ? യാക്കോബായ സഭ അധിപൻ പുത്തൻകുരിശിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നു ആ സ്വീകരണ ചടങ്ങിലെ പ്രധാനി. എന്തായാലും ആ സ്വീകരണ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെയാണ് രൂക്ഷമായ രീതിയിൽ ഓർത്തഡോക്സ് സഭയിലെ മാധ്യമവിഭാഗം പ്രസിഡന്റ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. ഇത് ഓൺ ബൈറ്റിൽ കുറച്ചുകൂടി കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് മുഖ്യമന്ത്രിയുടെ കസേര ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനമടക്കം അതിലുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല, എല്ലാവരുടേതുമാണ് എന്ന് ഓർക്കണം. ഏതെങ്കിലും തരത്തിൽ ഒരു സുപ്രീം കോടതി വിധി മറികടന്നുകൊണ്ട് നിയമപ്രശ്നങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നൊരു സൂചന കൂടി കൃത്യമായി നൽകുന്നുണ്ട്. എന്തായാലും ഈ വേദിയിൽ വെച്ച് തന്നെയാണ്, യാക്കോബായ സഭയുടെ മർത്തമ കൺവെൻഷന്റെ ആ വേദിയിൽ വെച്ച് തന്നെയാണ് KP ഉദയഭാനു CPMന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ ആ വേദിയിൽ ഇരുത്തി ആണ് ഇത്തരത്തിലൊരു പ്രസംഗം മാധ്യമ വിഭാഗം പ്രസിഡന്റ്, ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ വിഭാഗം പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിന് മറുപടിയായി അത്തരമൊരു ആലോചന പോലും തങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ചർച്ച് ബില്ല് നടപ്പാക്കാനുള്ള ആലോചന പോലും ഇല്ല എന്ന് സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ തനിക്ക് മനസ്സിലായി എന്നും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ട് എന്നും KP ഉദയഭാനുവും പ്രതികരിച്ചു. ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും അനുവദിക്കുമെന്ന ബജറ്റ് നിർദ്ദേശത്തെ തള്ളി ഇടത് വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത്. വിദേശ സർവകലാശാലകളുടെ കടന്നുവരവിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് SFI വ്യക്തമാക്കി. പുതിയ നിർദ്ദേശങ്ങൾ LDFന്റെ പ്രഖ്യാപിത നീക്കത്തിന് വിരുദ്ധമെന്ന് AISF ആരോപിച്ചു. അതേസമയം സ്വകാര്യ മൂലധനത്തെ CPIM ഒരു കാലത്തും എതിർത്തിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ബജറ്റിന് പിന്നാലെ തുടർ നടപടികളുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോവുകയാണ്. പുതിയ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിലൂടെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. ശക്തമായ നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തനം. ചില സ്വകാര്യ സർവകലാശാലകൾ സർക്കാരുമായി ചർച്ച നടത്തി. പ്രത്യേക സ്ഥലം കണ്ടെത്താതെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള സ്ഥാപനങ്ങളായിരിക്കും സർവകലാശാല കേന്ദ്രങ്ങളായി മാറുക. സ്വകാര്യ വിദേശ സർവകലാശാലകളും നിക്ഷേപങ്ങളും കൊണ്ടുവരുന്നത് നയംമാറ്റമല്ലെന്ന് മന്ത്രി പറഞ്ഞു. നയപരമായ മാറ്റം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഊന്നല് എപ്പോഴും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും പബ്ലിക് ഫണ്ടഡ് സ്ഥാപനങ്ങൾക്കും തന്നെയാണ്. സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഒരു കരട് ബില്ല് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നിയമവകുപ്പെല്ലാം പരിശോധിച്ചിരിക്കുകയാണ്. സ്വകാര്യ മൂലധനത്തെ അല്ല, ആഗോളവത്കരണത്തെയാണ് CPIM എതിർത്തതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഞങ്ങൾ ആഗോളവൽക്കരണത്തെയാണ് എതിർത്തത്. സ്വകാര്യ മൂലധനത്തെ ഞങ്ങൾ എതിർത്തിട്ടില്ല. അന്നും എതിർത്തിട്ടില്ല, ഇന്നും എതിർത്തിട്ടില്ല, ഇനി എതിർക്കുകയും ചെയ്യില്ല. കാരണം ഇത് മുതലാളിത്ത സമൂഹമാണ്. പിണറായി വിജയൻ ഭരണം നടത്തുന്നു എന്നുള്ളത് കൊണ്ട്
ഇതൊരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്ന തെറ്റിദ്ധാരണയും വേണ്ട. വിദേശ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരുന്നതിൽ SFI ആശങ്ക പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ ആശങ്ക അകറ്റുന്നതാണ്. കാരണം സർക്കാർ അതിൻ്റെ അകത്തൊരു നിയന്ത്രണം വെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. സ്വകാര്യ സർവകലാശാല കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് നടപ്പിലാക്കുമ്പോൾ സർക്കാർ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം LDFന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാണെന്ന് AISF. തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സമരമെന്നും മുന്നറിയിപ്പ്. സ്വാശ്രയ സ്വകാര്യ സ്വയംഭരണ സമ്പ്രദായങ്ങളെ ചവച്ചുതുപ്പി TP ശ്രീനിവാസന്റെ മുഖത്തടിച്ച SFIയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ CPIM തയ്യാറാകണമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് അരിവില കൂടും എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വരുന്ന മാസങ്ങളിൽ അരിയുടെ ഉപയോഗം കൂടുമെന്നും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം അനുസരിച്ച് ഇത് വിലവർദ്ധനവിന് കാരണമാകുമെന്നും മന്ത്രി. കേന്ദ്ര നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടന്നില്ല. ഉദ്യോഗസ്ഥതലത്തിൽ മാത്രമാണ് ഇന്ന് ചർച്ചകൾ നടന്നത്. കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വീണ്ടും സമയം തേടും. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ അധികമുള്ള അരി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഓപ്പൺ മാർക്ക് സെയിൽ സ്കീമിലെ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മുമ്പ് ഈ ലേലത്തിൽ പങ്കെടുത്താണ് സപ്ലൈകോ അരി വാങ്ങിയിരുന്നത്. പുതിയ നയം സ്വകാര്യ ഏജൻസികൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും അരിയുടെ ലഭ്യത കുറയാൻ കാരണമാകുമെന്നും സംസ്ഥാന ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് OMS സ്കീമിൽ ഗവൺമെന്റ് ഏജൻസികളോ പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള ഒരു വിലക്ക് വന്നിട്ടുണ്ട്. അത് വന്നപ്പോൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സ്വകാര്യ കച്ചവടക്കാരായിരിക്കും ഇത്തരം ഒരു സ്പേസിൽ കൂടുതൽ കടന്നു വരാൻ സാധ്യത. സംസ്ഥാനത്ത് ഉത്സവകാലത്ത് അരിയുടെ ഉപയോഗം കൂടുമെന്നും അത് വിലവർദ്ധനവിലേക്ക് നയിക്കുമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം നടക്കുന്ന ഒരു സീസൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും അരിയുടെ ഉപയോഗം കൂടുന്ന ഒരു ഘട്ടമാണ്. OMS സ്കീമിലെ ലേലത്തിൽ സർക്കാർ പങ്കെടുക്കരുതെന്ന നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പീയൂഷ് ഗോയലുമായി നിശ്ചയിച്ച കൂടിക്കാഴ്ച നടന്നില്ല. പാർലമെന്റുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തിരക്കുകളായിരുന്നു കേന്ദ്രമന്ത്രിക്ക്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചർച്ചകളിൽ 7 ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വച്ചത്. 24 ഡൽഹി. സംസ്ഥാന ബജറ്റിൽ കടുത്ത അതൃപ്തിയുമായി CPI. പാർട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളോട് അവഗണന എന്നാണ് പരാതി. LDF യോഗത്തിൽ വിഷയം ഉന്നയിക്കാനാണ് CPIയുടെ തീരുമാനം. പ്രശ്നം മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് മന്ത്രിമാരായ GR അനിലും J ചിഞ്ചുറാണിയും പ്രതികരിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വിൽപ്പന കുറഞ്ഞ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാൻ സപ്ലൈകോ നടപടി തുടങ്ങി. ബജറ്റിൽ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മതിയായ വിഹിതം അനുവദിക്കാത്തത് മുന്നണി മര്യാദകൾക്ക് നിരക്കാത്ത സമീപനമെന്നാണ് നേതാക്കളുടെ പരാതി. അടുത്ത LDF യോഗത്തിൽ CPI വിഷയം ഉന്നയിക്കും. മുന്നണിക്കകത്തും മന്ത്രിസഭയിലും വിഷയം സംസാരിക്കുമെന്നും ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ചും ബന്ധപ്പെട്ട മന്ത്രിമാർ തമ്മിലും ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതി നമുക്കുണ്ടല്ലോ. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം അതിന് നല്ലതല്ലെന്ന്. എന്തായാലും മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതിൽ മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് മന്ത്രി J ചിഞ്ചുറാണിയും പ്രതികരിച്ചു. ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട്. കാരണം ക്ഷീരമേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും. അതേസമയം കൃഷി വകുപ്പിന് അർഹിക്കുന്ന പരിഗണന ലഭിച്ചെന്ന മന്ത്രി P പ്രസാദ്. CPI മന്ത്രിമാർ പരാതി നൽകിയതിനെ കുറിച്ച് അറിയില്ലെന്നും മന്ത്രി. വർധനവ് ചില മേഖലയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടനാടിന് അങ്ങ് തഴഞ്ഞു എന്ന് പറയുന്നത് ഒട്ടുമേ ശരിയല്ല. മന്ത്രി GR അനിൽ ഒരു കത്തയച്ചതായിട്ട് അദ്ദേഹത്തോടല്ലേ ചോദിക്കുന്നത്. ബജറ്റിൽ പ്രതീക്ഷിച്ച വിഹിതം കിട്ടാത്തതിനെ തുടർന്ന് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനൊരുങ്ങിയാണ് സപ്ലൈകോ. വരുമാനവും വിൽപ്പനയും കുറവുള്ള ഔട്ട്ലെറ്റുകൾ കണ്ടെത്താൻ സപ്ലൈകോയ്ക്ക് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഇത്തരം ഔട്ട്ലെറ്റുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് കനത്ത നഷ്ടമെന്നാണ് സപ്ലൈകോയുടെ നിലപാട്. സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നില്ലെന്നും സപ്ലൈകോ സർക്കാരിനെ അറിയിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിനെതിരെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സിനിമാ മേഖലയ്ക്ക് ഗുണകരമായ ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഇല്ല എന്നാണ് വിമർശനം. വിനോദ നികുതി നിർത്തലാക്കണം, ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് ഏകജാലക സംവിധാനം വേണം, ലൊക്കേഷൻ വാടക ഏകീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ സംഘടന സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലൊന്നും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് നിർമ്മാതാക്കൾ കുറ്റപ്പെടുത്തി.
ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മധ്യപ്രദേശിൽ പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് 11 പേർ മരിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. ഫാക്ടറി ഉടമ രാജേഷ് അഗർവാളിനെ ഉൾപ്പെടെയാണ് പോലീസ് പിടികൂടിയത്. ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ. പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, കൊലപാതക ശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, മധ്യപ്രദേശിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ, പടക്ക നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ ഈ ഫാക്ടറിയുടെ ഉടമ രാജേഷ് അഗർവാൾ അടക്കം 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മധ്യപ്രദേശ് സർക്കാർ 3 അംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു. ഇതിന്റെ കാരണങ്ങൾ, ലൈസൻസ് ഇല്ലാതെയാണോ പ്രവർത്തിക്കുന്നത്, ഇത്രത്തോളം വലിയ അപകടം ഉണ്ടാകാനുള്ള കാരണം അടക്കമുള്ള വിശദാംശങ്ങൾ അന്വേഷിക്കാനാണ് സമിതിയെ രൂപീകരിച്ചത്. അതിനിടെ പോലീസ് നടത്തിയ തെരച്ചിലാണ് ഫാക്ടറി ഉടമ ഡൽഹിയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാറിനെ പിന്തുടർന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇയാളെ കൂടാതെ സോമേഷ് അഗർവാൾ, റഫീഖ് ഖാൻ എന്നീ 2 പേരും അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, കൊലപാതക ശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം പരിക്കേറ്റവരുടെ എണ്ണം 200 ഉയർന്നിട്ടുണ്ട്. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സമരത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പങ്കെടുത്തേക്കില്ല. സംസ്ഥാന ഘടകത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ നേരിൽ കണ്ട് ക്ഷണിക്കാൻ CPIM സമയം തേടിയിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാരും NCP അധ്യക്ഷനും സമരത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിനെ LDF നേതാക്കൾ വിമർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ തുടർന്ന് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ ഡൽഹിയിൽ സമരം നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ കേന്ദ്രം കൈകടത്തുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. All this they have put now certain limits on the borrowing that the state governments can make, so that they are actually squeezing the state governments. And urge the central government to restore the primacy of the constitutional provisions on the union and the states relationship. കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി സർക്കാരിനെതിരെ ജനവികാരം തിരിച്ചുവിടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ EP ജയരാജൻ. അർഹതപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ, വിഹിതം, പദ്ധതി വിഹിതങ്ങൾ, പുതിയ പദ്ധതികൾ അനുവദിക്കാതെ കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നടപടികൾ സ്വീകരിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്കെതിരായി, ഗവൺമെന്റിനെതിരായി ജനവികാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അവർ ധരിച്ചത്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്ന് എളമരം കരീം MP. സംസ്ഥാനം ന്യായമായ അവകാശങ്ങളാണ് കേന്ദ്രത്തോട് ചോദിക്കുന്നതെന്നും അക്കാര്യം കേരളത്തിലെ കോൺഗ്രസിന് മാത്രം മനസ്സിലാകുന്നില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്യം. ഇന്ത്യയുടെ ഭാഗമായ സംസ്ഥാനങ്ങൾക്കെല്ലാം കിട്ടേണ്ട ന്യായമായ പങ്ക് ലഭിക്കണം. ആ പങ്കാണ് കാലാകാലങ്ങളായിട്ട് കേരളം ചോദിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. NCP അധ്യക്ഷൻ ശരത് പവാറും എത്തും. DMK, സമാജ്വാദി, RJD എന്നീ പാർട്ടികളിൽ നിന്ന് പ്രതിനിധികളെ അയക്കാനാണ് സാധ്യത. 24 ഡൽഹി. NCP അവകാശ തർക്കത്തിൽ പാർട്ടിയുടെ സ്ഥാപക നേതാവായ ശരത് പവാറിന് തിരിച്ചടി. പാർട്ടിയുടെ പേരും ചിഹ്നവും ശരത് പവാറിന് നഷ്ടമാകും. അജിത് പവാർ വിഭാഗമാണ് യഥാർത്ഥ NCP എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീർപ്പ്. 6 മാസത്തിനിടെ 10 സിറ്റിംഗുകൾ നടത്തി ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷമാണ് കമ്മീഷൻ തീരുമാനം. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശരത് പവാർ വിഭാഗത്തോട് പുതിയ പേരും ചിഹ്നവും തെരഞ്ഞെടുക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ അജിത് പവാർ സ്വാഗതം ചെയ്തു. തീരുമാനത്തിന് പിന്നിൽ അദൃശ്യ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ശരത് പവാർ പാർട്ടിയെ വീണ്ടെടുക്കുമെന്നും സുപ്രിയ സുലെ MP പ്രതികരിച്ചു. I'm not surprised at all, and I guess that as expected, that Adrushya Shakti, there is some magic power which works, which takes such decisions. It's clearly not on merit, because merit is in Mr. Sharad Pawar's favor. UPS സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കി ധവളപത്രം ഇറക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. UPS സർക്കാർ രാജ്യത്ത് ധന ദുർവിനിയോഗം നടത്തി എന്നാരോപിച്ചാണ് നീക്കം. ധവളപത്രം ഇറക്കുന്നതിന്റെ ഭാഗമായി പാർലമെന്റ് സമ്മേളനം 1 ദിവസത്തേക്ക് നീട്ടാൻ തീരുമാനിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ ശോഭനമല്ലെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വർദ്ധിക്കുന്ന കടം അടക്കമുള്ളവ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക സർവേ റിപ്പോർട്ടടക്കം പുറത്തുവിടാത്തത് ഈ സാഹചര്യത്തിലാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. ഇതിനു പിന്നാലെയാണ് UPA സർക്കാരിന്റെ കാലത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം ഇറക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. 10 വർഷങ്ങൾക്കു മുമ്പ് അഴിമതിയും ക്രമക്കേടുകളും സ്വജനപക്ഷപാതവും രാജ്യത്തെ സമ്പത്തിനെ ഇല്ലാതാക്കിയെന്ന് ധനമന്ത്രി ആരോപിച്ചു.
വലിയ ബാധ്യതകളാണ് ഈ ദുർവ്യയം വഴി രാജ്യത്തിനുണ്ടായത്. പ്രതിരോധ, ഭക്ഷ്യ, ഉപരിതല ഗതാഗത മേഖലകളിൽ അടക്കം കോടികൾ നഷ്ടമായി. ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ വിവരിക്കുകയാണ് ധവളപത്രത്തിന്റെ ലക്ഷ്യമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഫെബ്രുവരി 9 വരെയാണ് പാർലമെന്റ് സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. ധവളപത്രമിറക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇത് ഫെബ്രുവരി 10 വരെ നീട്ടും. 24 ഡൽഹി. ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷം. കോൺഗ്രസിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നിലപാട് കടുപ്പിച്ചു. സ്വന്തം നിലയ്ക്ക് പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ നീക്കം തുടങ്ങി എന്നാണ് സൂചന. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനിയാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പഴയ ലക്ഷ്യത്തിനായി പുതിയ സാഹചര്യം മമതാ ബാനർജി ഉപയോഗിക്കുകയാണ്. തൃണമൂൽ നേതൃത്വത്തിൽ രാജ്യത്തെ പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയാണ് ലക്ഷ്യം. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖാർഗെയെ നിർദ്ദേശിച്ച മമതാ ബാനർജി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പോലും അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ്. ഇന്ന് മാറ്റിവെച്ചെങ്കിലും അടുത്ത ദിവസം ഡൽഹിയിലെത്തുന്ന മമതാ ബാനർജി മറ്റ് പ്രാദേശിക പാർട്ടികളുമായി ആശയവിനിമയം നടത്തും. അതേസമയം മമതാ ബാനർജി നടത്തുന്നത് ഇന്ത്യ സഖ്യത്തിനുപരിയായ രാഷ്ട്രീയ നീക്കമല്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. If you look at Mamataji's statements, Mamataji is very much part of the India Alliance. And most of the other members who are part of the India Alliance are still members of the India Alliance. Of course, Mr. Nitish Kumar has left the India Alliance and he's gone to the BJP. You can guess as to what the reasons are for him leaving. ഇന്ത്യ മുന്നണിയുടെ വിശാല യോഗം അടുത്ത മാസം ഡൽഹിയിൽ ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ യോഗം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർണായകമാകും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഡൽഹി ജൽ ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവ് കുമാറിന്റെ വസതി ഉൾപ്പെടെ 12 ഇടങ്ങളിൽ പരിശോധന നടന്നു. അതിനിടെ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ സാക്ഷികളെ ഇഡി ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവുമായി മന്ത്രി അതിഷി മർലേന രംഗത്തെത്തി. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവ് കുമാർ, ആം ആദ്മി പാർട്ടിയുടെ ട്രഷററും രാജ്യസഭാംഗവുമായ ND ഗുപ്ത, ഡൽഹി ജൽ ബോർഡ് മുൻ അംഗം ശലഭ് കുമാർ തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലുമായി രാവിലെ 7 മണി മുതലാണ് ഇഡി റെയ്ഡ് ആരംഭിച്ചത്. ഡൽഹി ജൽ ബോർഡ് ചട്ടവിരുദ്ധമായി കരാർ അനുവദിച്ചതിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്നാണ് ഇഡിയുടെ വിശദീകരണം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകിയെന്ന പരാതിയിൽ CBIയും ഡൽഹി ആന്റി കറപ്ഷൻ ബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട്. കേസിൽ ജൽ ബോർഡ് മുൻ ചീഫ് എഞ്ചിനീയർ ജഗദീഷ് അറോറയടക്കം 2 പേരെ ഇഡി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി നേതാക്കൾക്കെതിരെ മൊഴി നൽകാൻ ഇഡി സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയെന്ന് മന്ത്രി അതിഷി മർലേന ആരോപിച്ചു. ഈ വെളിപ്പെടുത്തൽ തടയാനാണ് ഇഡിയുടെ പരിശോധനയെന്നും അതിഷി മർലേന. इस एक्सपोजे को रोकने के लिए, आम आदमी पार्टी को डराने के लिए, आम आदमी पार्टी को चुप कराने के लिए आज सुबह 7 बजे से ही आम आदमी पार्टी से जुड़े हुए लोगों के घर पर, आम आदमी पार्टी के नेताओं के घर पर ईडी की रेड शुरू हो गई है. കേസുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകൾ ഇഡി ഉദ്യോഗസ്ഥർ നശിപ്പിച്ചെന്നും ആരോപണമുണ്ട്. 24 ഡൽഹി. കോഴിക്കോട് കക്കാടംപൊയിൽ PV അൻവർ MLAയുടെ ഉടമസ്ഥതയിൽ ഉള്ള പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ. അപേക്ഷയിലെ പിഴവ് കാരണമാണ് ലൈസൻസ് അനുവദിക്കാത്തത് എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഇക്കാര്യത്തിൽ നാളെ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. PV അൻവറിന്റെ ചിൽഡ്രൻസ് പാർക്ക് വിവാദത്തിൽ ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് ഹൈക്കോടതി മുൻപാകെ സർക്കാർ നടത്തിയത്. കോഴിക്കോട് കക്കാടംപൊയിലിലെ പാർക്കിന് ലൈസൻസ് ഇല്ലെന്നറിയിച്ച സർക്കാർ ലൈസൻസിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അപേക്ഷയിലെ പിഴവ് കാരണം ലൈസൻസ് നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി. ആവശ്യപ്പെട്ട അനുബന്ധ രേഖകളും ഹാജരാക്കിയില്ലെന്നും സർക്കാർ അറിയിച്ചു. ഇതോടെ ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പാർക്ക് പ്രവർത്തിക്കുമെന്ന് ചോദിച്ച കോടതി ഇത് സംബന്ധിച്ച് നാളെ മറുപടി നൽകണമെന്നും സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം പാർക്ക് അടച്ചുപൂട്ടണമെന്ന് ഹർജിക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടു. യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് കക്കാടംപൊയിലിലെ കുട്ടികൾക്കായുള്ള പാർക്ക് പ്രവർത്തിക്കുന്നതെന്ന് ഇതോടെ വ്യക്തമായതായും ഗുരുതരമായ ചട്ടലംഘനമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ അൻവർ നടത്തിയതെന്നുമാണ് വാദം. കുട്ടികളുടെ പാർക്ക് തുറക്കാൻ പഞ്ചായത്ത് ലൈസൻസ് ഇല്ലെന്ന വിവരാവകാശ രേഖ കേസിലെ ഹർജിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 24 കൊച്ചി.
തന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടില്ലെന്ന് മുൻ മന്ത്രി എ സി മൊയ്തീൻ. ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള 27 ലക്ഷം രൂപയുടെ നിക്ഷേപം ഇ ഡി മരവിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വിശദാംശങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടു. നിക്ഷേപത്തിന്റെ സ്രോതസ് വ്യക്തമാക്കിയെങ്കിലും ഇ ഡി നടപടി പിൻവലിച്ചില്ല. തുടർന്ന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കുകയായിരുന്നുവെന്ന് എ സി മൊയ്തീൻ വിശദീകരിച്ചു. ഇരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഇ ഡി നടപടിയെന്ന് എ സി മൊയ്തീൻ 24-നോട് പറഞ്ഞു. PMLA ആക്ട് അനുസരിച്ചുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എൻ്റെ പേരിലുള്ള 40 ലക്ഷം രൂപ കണ്ടുകിട്ടി എന്നുള്ള വാർത്തയാണ് ഇന്ന് തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടത്. യാതൊരു വസ്തുതയും ഇല്ലാത്ത വാർത്തയാണ്, സത്യസന്ധമല്ലാത്ത വാർത്തയാണ്. എൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു നിക്ഷേപമോ ഇതുവരെ ഇ ഡിയോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയോ മരവിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. പക്ഷേ ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞ 28 ലക്ഷം രൂപയുടെ എൻ്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ് ഇ ഡിയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവരതിൻ്റെ നോട്ടീസ് കോപ്പി എനിക്ക് തന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ആസ്ഥാനത്ത് 30 വ്യവസായശാലയിലും ഇന്നും SFIO സംഘം പരിശോധന നടത്തി. ഇന്നലെ ശേഖരിച്ച രേഖകൾ പരിശോധിച്ച ശേഷമായിരുന്നു തുടർ നടപടി. ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇന്നലെ പകലും രാത്രിയിലുമായി നടത്തിയ പരിശോധനകളുടെ തുടർച്ചയായാണ് ഇന്നത്തെ റെയ്ഡ്. CMRL ആസ്ഥാനത്തെ രേഖകൾ പരിശോധിച്ച സംഘം അധികൃതരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. 30 വ്യവസായശാലയിലും അന്വേഷണ സംഘമെത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ പ്രാഥമിക പരിശോധനയാണ് SFIO നടത്തുന്നത്. തുടർന്ന് സമഗ്രമായ റിപ്പോർട്ട് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറും. ഇതിനുശേഷമാകും കേസെടുക്കുന്നതിലേക്കും ചോദ്യം ചെയ്യുന്നതിലേക്കും കടക്കുക. പൊതുമേഖലാ സ്ഥാപനമായ KSIDC, വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധനയുണ്ടാകും. മാസപ്പടിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി അടുത്തിടെയാണ് ഉത്തരവിറങ്ങിയത്. 24 കൊച്ചി. ലാവ്ലിൻ കേസിലെ ഹർജികളിൽ സുപ്രീം കോടതി ഇന്നും വാദം കേട്ടില്ല. കേസ് മെയ് 1 പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് അറിയിച്ചു. കേസിൽ സുപ്രീം കോടതി അടിയന്തര വാദം കേൾക്കണമെന്ന് CBI ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് 9-ാം ദിനമായാണ് ലാവ്ലിൻ കേസ് പരിഗണിച്ചത്. കേസ് വിളിച്ചപ്പോൾ തന്നെ മോഹനചന്ദ്രൻ അടക്കമുള്ള കക്ഷികൾ തങ്ങളുടെ വക്കാലത്ത് കോടതിയിൽ അസാധുവായതായി അറിയിച്ചു. കേസ് കൈകാര്യം ചെയ്തിരുന്ന അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡുമാർ മുതിർന്ന അഭിഭാഷകരായി നിയമിക്കപ്പെടുകയായിരുന്നു. 2 ആഴ്ച പുതിയ അഭിഭാഷകരെ നിയമിക്കാൻ സാവകാശം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. സാങ്കേതിക കാരണങ്ങളായതിനാൽ കേസ് ജൂലൈയിലേക്ക് മാറ്റാമെന്ന് കോടതി അറിയിച്ചു. ആ ഘട്ടത്തിൽ ഇടപെട്ട് CBIയുടെ അഭിഭാഷകൻ കേസ് നീട്ടിക്കൊണ്ടുപോകരുതെന്ന് ആവശ്യപ്പെട്ടു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവാണ് CBIയെ പ്രതിനിധീകരിച്ചത്. കേസിൽ CBIക്ക് താൽപര്യമില്ലെന്ന് VM സുധീറിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദേവദത്ത് കാമത്ത് പരിഹസിച്ചു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ കേസ് പരിഗണിക്കണമെന്നും കേസിന് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും CBI മറുപടിയും നൽകി. മെയ് 1, 2 പിന്നീട് മെയ് 7, 8 തീയതികളിൽ വാദം പൂർത്തിയാക്കാമെന്നും കോടതി വ്യക്തമാക്കി. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലക്കേസിൽ CBI അന്വേഷണം തള്ളി ഹൈക്കോടതി. പോലീസിന് വീഴ്ച പറ്റിയെന്ന ആക്ഷേപം തള്ളിയ ഹൈക്കോടതി CBI അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണെന്നും വ്യക്തമാക്കി. ജാമ്യഹർജി തള്ളിയതിനെതിരെ പ്രതി സന്ദീപ് സുപ്രീം കോടതിയെ സമീപിക്കും. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആക്ഷേപം തള്ളി ഹൈക്കോടതി. CBI അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമെന്നും കോടതി വ്യക്തമാക്കി. പോലീസിനെ സംശയിക്കാൻ മതിയായ കാരണമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യഹർജിയും കോടതി തള്ളി. കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. വന്ദനയുടെ പിതാവ് മോഹൻദാസ് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് വിധി പറഞ്ഞത്. പോലീസ് നിലപാടിൽ സംശയമുണ്ട്. പ്രതി സന്ദീപിന് രക്ഷപ്പെടാൻ പോലീസ് പഴുതൊരുക്കിയെന്നും ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം വേണമെന്നുമായിരുന്നു വന്ദനയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത്. ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം. മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലാത്ത കേസാണിതെന്നും CBI അന്വേഷിക്കേണ്ട സാഹചര്യമില്ലെന്നും CBIയും നിലപാട് വ്യക്തമാക്കിയിരുന്നു. 24 കൊച്ചി. ലിവിംഗ് ടുഗദറിനും വിവാഹമോചനത്തിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഏക സിവിൽ കോഡ് ബിൽ ഉത്തരാഖണ്ഡ് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു. പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ബിൽ അവതരിപ്പിച്ചത്. പാസ്സായാൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും.
വിവാഹം കഴിഞ്ഞ് 1 വർഷം വരെ വിവാഹമോചനമില്ല. വിവാഹമോചനം ജുഡീഷ്യൽ നടപടികളിലൂടെ മാത്രമാകും. ലിവ് ഇൻ ടുഗദർ ബന്ധങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. ലംഘിച്ചാൽ 6 മാസം വരെ തടവും 25,000 രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ. വിവാഹ രജിസ്ട്രേഷനിൽ വീഴ്ച വരുത്തിയാൽ 20,000 രൂപ പിഴ ചുമത്തുമെന്നും വ്യവസ്ഥ ചെയ്യുന്നതാണ് ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് ബില്ല്. സ്ത്രീയോ പുരുഷനോ മതം മാറിയാൽ അത് വിവാഹമോചനത്തിന് കാരണമായി കണക്കാക്കാം. സ്വത്ത് സംബന്ധിച്ച് സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം ഉണ്ടായിരിക്കുമെന്നും ബില്ലിൽ പറയുന്നു. BJP MLA-മാരുടെ ജയ് ശ്രീറാം വിളികൾക്കിടെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബില്ല് സഭയിൽ വെച്ചു. ഭരണഘടനാ ശില്പികളുടെ പ്രതീക്ഷകൾക്കനുസൃതമായി ഇന്ത്യൻ ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിന് അർത്ഥം നൽകുന്നതാണ് സർക്കാരിന്റെ നടപടിയെന്ന് ബില്ല് അവതരണത്തിന് മുന്നോടിയായി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. समान नागरिक संहिता उत्तराखंड विधेयक 2024 को प्रस्तावित करने हेतु सदन की अनुज्ञा चाहता हूं. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചാണ് സർക്കാർ ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് തിടുക്കത്തിലുള്ള നീക്കം. 24 ഡൽഹി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി BJP. തൃശൂരിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ബൂത്ത് തല യോഗങ്ങൾക്ക് തുടക്കമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണം. ഒല്ലൂർ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി. ബൂത്ത് തല യോഗങ്ങൾ, ഭവന സന്ദർശനം തുടങ്ങിയവയാണ് അജണ്ടയിൽ. പ്രചാരണ രംഗത്ത് കാലേകൂട്ടി ഇറങ്ങി മേൽക്കൈ നേടാനാണ് സുരേഷ് ഗോപിയും BJPയും ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പിൽ തൃശൂർ മാത്രമല്ല കേരളത്തിലെ പല മണ്ഡലങ്ങളും BJPക്കൊപ്പം വരുമെന്ന് സുരേഷ് ഗോപി. തൃശൂർ എന്നല്ല, ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതയുണ്ട്, അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ വരും, അതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഇതിനിടെ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സൂചന നൽകി PC ജോർജ് രംഗത്തെത്തി. മത്സരിച്ചാൽ ജയം ഉറപ്പെന്നും തോമസ് ഐസക് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും PC ജോർജ്. ആ പാർട്ടി എന്താ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക എന്നല്ലോ, അല്ലാതെ വേറെ ചിന്തയൊന്നുമില്ല. നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല, അതാണ് ജയിക്കുന്നുള്ള ആർക്കാ തർക്കം. നീ തോമസ് ഐസക്കിൻ്റെ പേര് കേട്ടാൽ പോകേണ്ട കാര്യമില്ല. കാരണം തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിന് എത്ര വോട്ട് കിട്ടും? ഓരോട്ട് കൂടുതലുണ്ടാവില്ല. അതേസമയം ആറ്റിങ്ങലിൽ V മുരളീധരൻ, പാലക്കാട് C കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെത്തും. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFൽ സീറ്റ് ധാരണ. 15 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് M-ഉം മത്സരിക്കും. കോട്ടയത്തിന് പുറമെ രണ്ടാമത് 1 സീറ്റ് കൂടി വേണമെന്ന കേരള കോൺഗ്രസ് M-ന്റെ ആവശ്യം CPIM തള്ളി. 16 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും മത്സരിക്കുന്നതായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെയുള്ള ഇടതുമുന്നണിയിലെ രീതി. എന്നാൽ കേരള കോൺഗ്രസ് M മുന്നണിയിലേക്ക് വന്നതോടെ കോട്ടയം സീറ്റ് അവർക്ക് തന്നെ നൽകേണ്ടി വന്നു. 15 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് M-ഉം മത്സരിക്കും. കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 2 സീറ്റ് നൽകാനാവില്ലെന്ന CPM തീരുമാനത്തിന് കേരള കോൺഗ്രസ് M വഴങ്ങുകയായിരുന്നു. ശനിയാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിനു ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. 10, 11 തീയതികളിൽ CPI-യുടെയും 11, 12 തീയതികളിൽ CPIM-ന്റെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അന്തിമ തീരുമാനം നേതൃയോഗങ്ങളിലുണ്ടാകും. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം പരിഗണിക്കേണ്ടെന്ന് ഉറപ്പിച്ച് കോൺഗ്രസ് തീരുമാനത്തിന് തൽക്കാലം വഴങ്ങേണ്ട എന്നാണ് ലീഗിന്റെ നിലപാട്. 2 സീറ്റ് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ പകരം ഉപാധികൾ ഉന്നയിക്കാൻ ലീഗ് തീരുമാനിച്ചു. ലോക്സഭയിലേക്ക് പരമാവധി കോൺഗ്രസ് എംപിമാരെ എത്തിക്കാനാണ് പാർട്ടി തീരുമാനം. രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായി കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ ഘടകകക്ഷികളുടെ വിലപേശലിന് വഴങ്ങേണ്ടെന്നാണ് തീരുമാനം. ഇക്കാര്യം മുസ്ലിം ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് അറിയിക്കും. മുസ്ലിം ലീഗിന് 3ാം സീറ്റിന് അർഹതയുണ്ടെങ്കിലും തൽക്കാലം അനുവദിക്കാൻ നിവൃത്തിയില്ല എന്ന വാദമാണ് അറിയിക്കുക. എന്നാൽ ഈ വാദം എളുപ്പത്തിൽ അംഗീകരിക്കേണ്ട എന്നാണ് മുസ്ലിം ലീഗിന്റെയും നിലപാട്. 3ാം സീറ്റിനായി കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. കോർ കമ്മിറ്റി കൂടി വിശദമായി ചർച്ച ചെയ്യും. സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ലെങ്കിൽ മറ്റു ചില ഉപാധികൾ കോൺഗ്രസിന് മുൻപിൽ വയ്ക്കാനും ലീഗ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിലും പരിഗണിക്കണമെന്ന ആവശ്യം അറിയിക്കും. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ചർച്ചകൾ നീണ്ടുപോകും. കോൺഗ്രസുമായി വീണ്ടും ഉഭയകക്ഷി ചർച്ച വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. എന്നാൽ 14-ന് ചേരുന്ന UDF ഏകോപന സമിതി യോഗം മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് ബാക്കിയുള്ളത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. 14-ന് തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് UDF തീരുമാനം.
കേരള കോൺഗ്രസ് ജോസഫ് RSP എന്നീ ഘടകകക്ഷികളോട് കോട്ടയം, കൊല്ലം മണ്ഡലങ്ങളിൽ പ്രചരണ പരിപാടികൾ ആരംഭിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. സിൽവർ ലൈൻ പദ്ധതിക്കായി വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിച്ച കേരളം. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് സംസ്ഥാന സർക്കാർ കത്തയച്ചു. പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു എന്ന മന്ത്രിയുടെ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്ത്. സംസ്ഥാന ബജറ്റിൽ റേഷൻ വ്യാപാരികളെ അവഗണിച്ചെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ. അവഗണന തുടർന്നാൽ റേഷൻ മേഖലയെ സ്തംഭിപ്പിക്കുമെന്നും കേരള കോൺഗ്രസ് നേതാവായ ജോണി നെല്ലൂർ. നാഥുറാം വിനായക് ഗോഡ്സെയെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT പ്രൊഫസർക്കെതിരെ പ്രതിഷേധം ശക്തം. SFI പ്രതിഷേധ മാർച്ച് നടത്തി. പ്രൊഫസർ ഷൈജ ആണ്ടവനെക്കുറിച്ച് വിവരങ്ങൾ തേടി പോലീസ് NIT രജിസ്ട്രാർക്ക് കത്ത് നൽകി. വ്യാജ ലഹരി കേസിൽ തന്നെ കുടുക്കിയത് മരുമകളും അനുജത്തിയും ചേർന്നെന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി. എക്സൈസിന് വ്യാജ വിവരം നൽകിയ തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചു. മൈക്രോ ഫിനാൻസ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആരോപണമുക്തനാക്കി വിജിലൻസ്. കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ അറിയിക്കാൻ പരാതിക്കാരനായ VS അച്യുതാനന്ദന് കോടതി നോട്ടീസ് അയച്ചു. കോട്ടയം റബ്കോയിലെ CATU യൂണിയനിൽ കൂട്ടരാജി. പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് 103 തൊഴിലാളികളും രാജിവെച്ചു. കൊച്ചി കോർപ്പറേഷനിൽ ബജറ്റ് കീറിയെറിഞ്ഞ് പ്രതിപക്ഷം. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതെ ബജറ്റ് അവതരിപ്പിച്ചത് ചട്ടലംഘനമാണെന്ന് പ്രതിപക്ഷ കൗൺസിലേഴ്സ്. മേയറെയും ഡെപ്യൂട്ടി മേയറെയും പ്രതിപക്ഷം ശാരീരികമായി ആക്രമിച്ചെന്ന ആരോപണം. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. സംസ്ഥാനത്ത് മദ്യ കയറ്റുമതിക്കുള്ള ചട്ടങ്ങൾ ലഘൂകരിക്കുന്നു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കയറ്റുമതി ചെയ്യാൻ NOC ഒഴിവാക്കും. ഡിസ്റ്റിലറികളുമായി സഹകരിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർക്കായി ചട്ടങ്ങളിൽ ഇളവ് കൊണ്ടുവരും. KSIDC MDയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ കയറ്റുമതിയിലെ വെല്ലുവിളികളും സാധ്യതകളും പഠിക്കാനാണ് KSIDC MDയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. സമിതിയുടെ റിപ്പോർട്ടിലുള്ളത് 9 നിർദ്ദേശങ്ങൾ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കയറ്റുമതി ചെയ്യാൻ NOC വേണ്ട. എക്സ്പോർട്ട് പെർമിറ്റ് കൊടുക്കുമ്പോൾ തന്നെ എക്സൈസ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതിനാലാണ് അനുമതി പത്രം ആവശ്യമില്ലാത്തത്. കേരളത്തിലെ ഡിസ്റ്റിലറിയുമായി സഹകരിച്ച് സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരാൾക്ക് മദ്യം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഡിസ്റ്റിലറി ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന നിബന്ധന ഒഴിവാക്കണം. അന്താരാഷ്ട്ര റോഡ് ഷോ, ട്രേഡ് ഷോ എന്നിവയ്ക്ക് പെർമിറ്റ് എടുത്ത് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മദ്യത്തിന്റെ അളവ് പ്രതിമാസം 10 ലിറ്ററാണ്. ഇത് 20 ലിറ്ററായി ഉയർത്തണം. മദ്യക്കുപ്പിയിലെ ലേബൽ എങ്ങനെ വേണമെന്ന് എക്സൈസിന് പകരം ഉൽപ്പാദകന് തന്നെ തീരുമാനിക്കാം. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പരിശോധനയ്ക്ക് കൂടുതൽ ടെസ്റ്റിംഗ് സെന്ററുകൾ ആരംഭിക്കണം. എക്സൈസിന്റെ എല്ലാ സേവനങ്ങളും ഏകജാലക സംവിധാനത്തിലൂടെയാക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. കൂടുതൽ മദ്യബ്രാൻഡുകളെ സംസ്ഥാനത്തേക്ക് ആകർഷിച്ചും വിദേശത്തേക്ക് മദ്യം കയറ്റുമതി ചെയ്തും പരമാവധി വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പോലീസുകാർക്കെതിരായ പരാതികൾ കൂടുന്നു. 2.5 വർഷത്തിനിടെ 3738 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ ഒരു കേസിൽ മാത്രമാണ് ശിക്ഷ വിധിച്ചത്. കൊല്ലം ജില്ലയിലെ പോലീസുകാർക്കെതിരെയാണ് കൂടുതൽ പരാതികൾ. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ പോലീസുകാർക്കെതിരെ ലഭിച്ചത് 3738 പരാതികൾ. ഇതിൽ 2335 എണ്ണവും തീർപ്പായിട്ടില്ല. CPO മുതൽ DGP വരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികളുടെ എണ്ണം 1000 കടന്നിട്ടും ഒരു കേസിൽ മാത്രമാണ് നടപടിയുണ്ടായത്. 4 പരാതികളിൽ കേസെടുക്കാൻ DGP നിർദ്ദേശം നൽകി. കൊല്ലം ജില്ലയിലെ പോലീസുകാർക്കെതിരായാണ് കൂടുതൽ പരാതി. 390 പരാതികൾ. 199 പരാതികളുള്ള തൃശൂരാണ് 2ാം സ്ഥാനത്ത്. IPSകാരും പരാതി പട്ടികയിലുണ്ട്. കാസർഗോഡ് ജില്ലയിലെ പോലീസുകാർക്കെതിരായാണ് ഏറ്റവും കുറവ് പരാതികൾ. സാധാരണക്കാർ പോലീസിനെതിരെ നൽകുന്ന പരാതികളിൽ കൃത്യമായ അന്വേഷണമോ നടപടികളോ ഉണ്ടാകുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് തീർപ്പാകാതെ കിടക്കുന്ന പരാതികൾ. S. ശ്യാംകുമാർ, 24, കൊച്ചി. PA ഒഴിവാക്കണമെന്ന CPI നിർദ്ദേശത്തിന് വഴങ്ങാതെ നാട്ടിക MLA CC മുകുന്ദൻ. PA അസ്കർ മജീദിനെ ഒഴിവാക്കാനാണ് പാർട്ടി നിർദ്ദേശം നൽകിയത്. ഇതോടെ MLAയും CPIയും ഇപ്പോൾ 2 തട്ടിലാണ്. CC മുകുന്ദൻ MLAയുടെ PA അസ്ഹർ മജീദിനെ 2023 ഡിസംബറിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. MLAയുടെ PA സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും സംഘടനാ തീരുമാനം നടപ്പാക്കിയില്ല. ഇതോടെയാണ് ഇന്നലെ ചേർന്ന ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അസ്ഹർ മജീദിനെ പുറത്താക്കിയത്. എന്നാൽ PA ഒഴിവാക്കാൻ CC മുകുന്ദൻ തയ്യാറാകാതെ വന്നതോടെ
MLAയ്ക്കും പ്രാദേശിക പാർട്ടി ഘടകത്തിനുമിടയിൽ നിലനിൽക്കുന്ന ഭിന്നത പുറത്തായി. MLAയുമായുള്ള തർക്കത്തെ തുടർന്ന് ഡെപ്യൂട്ടേഷനിൽ PA വന്ന മസൂദ് കെ വിനോദ് ആഴ്ചകൾക്ക് മുൻപ് വിടുതൽ വാങ്ങിയിരുന്നു. 15 വർഷത്തോളം വിവിധ MLAമാരുടെ PA ആയിരുന്നു മസൂദ് കെ വിനോദ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ PAയെ പാർട്ടി നേതൃത്വം തന്നെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് കീഴ്പ്പെടാത്ത പ്രവർത്തനമാണ് MLA നടത്തുന്നതെന്നും അതിന് പിന്തുണ നൽകുന്നത് അസ്ഹർ മജീദാണെന്ന വിലയിരുത്തലിലുമാണ് പാർട്ടിയുടെ നടപടി. എന്നാൽ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയാണ് CC മുകുന്ദനുള്ളത്. 24 തൃശൂർ. പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ നിലപാട് മാറ്റി മന്ത്രി KB ഗണേഷ് കുമാർ. സ്റ്റാഫുകളെ കുറയ്ക്കുമെന്ന് താൻ പറഞ്ഞില്ലെന്നും അർഹതയുള്ളവരെയാണ് നിയമിച്ചത് എന്നും KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. പുതുതായി 17 പേരെ നിയമിച്ച ഉത്തരവ് പുറത്തിറങ്ങി. 20 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ മന്ത്രിക്കുണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുമെന്ന് ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപാണ് പ്രഖ്യാപിച്ചത്. മന്ത്രിയായതിനു പിന്നാലെ പ്രൈവറ്റ് സെക്രട്ടറി, ഡ്രൈവർ എന്നീ തസ്തികകളിലേക്ക് ഓരോരുത്തരെ നിയമിച്ചു. ഇപ്പോൾ മുഴുവൻ സ്റ്റാഫുകളെ ഉൾപ്പെടുത്തി പൊതുഭരണ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. 3 പേരുടെ നിയമനം പൊതുഭരണ വകുപ്പിന്റെ പരിഗണനയിലാണ്. ഇതോടെ ആകെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം 20 ഉയരും. എന്നാൽ താൻ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രിയുടെ വിശദീകരണം. തന്റെ താമസം സർക്കാർ വസതിയിലല്ലെന്നും ന്യായീകരണം. ആര് പ്രഖ്യാപിച്ചു? ഞാൻ പറഞ്ഞില്ലേ. ആരോടാ പറഞ്ഞ് എടുത്തുകൊണ്ടിരാണ് പറഞ്ഞത്. ഒരു ചെറിയ പാർട്ടിയാണ്. ഒരു മന്ത്രി അധികാരത്തിൽ വരുമ്പം പേഴ്സണൽ സ്റ്റാഫൊക്കെ അവർക്കല്ലേ കിട്ടത്തുള്ളൂ. പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെല്ലാം ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊന്നും പറഞ്ഞ എനിക്ക് സർക്കാർ വീടെടുത്തില്ല, വേറെ ചിലവുകളൊന്നുമില്ല, യാത്രയൊന്നും പോകുന്നില്ല, അത്രയൊക്കെ പറ്റൂ. സ്വന്തം ജില്ലയായ കൊല്ലത്ത് നിന്നാണ് സ്റ്റാഫ് അംഗങ്ങളിൽ കൂടുതൽ പേരെയും നിയമിച്ചിരിക്കുന്നത്. CPIM സംഘടനാ നേതാവ് AP രാജീവനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ G അനിൽകുമാറിനെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട്. 25 പേരെ പരമാവധി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നിയമിക്കാമെന്നാണ് LDFിലെ ധാരണ. 2.5 വർഷം പൂർത്തിയാക്കിയതിനാൽ ആന്റണി രാജുവിന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന 20ഓളം പേർക്കും പെൻഷൻ നൽകേണ്ടി വരും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ചൊവ്വര രാജേന്ദ്ര വിലാസത്തിൽ രാജേന്ദ്രൻ നായർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിൽ സീനിയർ മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട്. വസന്തകുമാരിയമ്മയാണ് ഭാര്യ. ഫ്ലവേഴ്സ് ചാനലിലെ അസിസ്റ്റന്റ് DOP R സുനിൽകുമാർ, R സുധീർ കുമാർ എന്നിവർ മക്കളാണ്. സംസ്കാരം നാളെ രാവിലെ 9:30 ചൊവ്വരയിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.